I am in a meeting. I am at a meeting. I am on a meeting. ഇതിൽ ഏത് സെൻറ്റൻസാണ് കറക്റ്റ്? ഏത് സെൻറ്റൻസിൽ ആണ് കറക്റ്റ് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സെൻറ്റൻസിൽ ഇൻ, പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ അറ്റ്, അടുത്ത സെൻറ്റൻസിൽ ഓൺ. ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് കറക്റ്റ്? കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? കൺഫ്യൂഷൻ വേണ്ട, 3 സെൻറ്റൻസസും കറക്റ്റ് തന്നെ. പക്ഷേ ഏത് പ്രപ്പോസിഷൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അറിയേണ്ടത്. അത് നമുക്ക് നോക്കാം. ഐ ആം ഇൻ എ മീറ്റിംഗ് എന്നത് കറക്റ്റ് ആകുന്നത് എവിടെയാണെന്നോ? ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ ആക്റ്റീവായിട്ട് അവിടെ നടക്കുന്ന ഡിസ്കഷനിൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നു എന്ന് കരുതുക. എനിക്ക് അപ്പോൾ പറയാം, ഐ കനോട്ട് സ്പീക്ക് റൈറ്റ് നൗ, ഐ ആം ഇൻ എ മീറ്റിംഗ്. എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, ഞാനൊരു മീറ്റിങ്ങിലാണ്. അവിടെയാണ് ഐ ആം ഇൻ എ മീറ്റിംഗ് എന്നുപയോഗിക്കേണ്ടത്. ആക്റ്റീവ് ആയിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഐ ആം ഇൻ എ മീറ്റിംഗ് എന്ന് പറയാം. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. ഞാൻ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട്. പക്ഷേ ആക്റ്റീവായിട്ട് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ, അവിടുത്തെ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊന്നും പ്രസക്തമല്ല. ആ സമയത്ത് എനിക്കൊരു കോൾ വരുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാം, ഐ ആം അറ്റ് എ മീറ്റിംഗ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ലൊക്കേഷൻ ആണ്, അല്ലാതെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നല്ല. അത് അവിടെ പ്രസക്തമല്ല. ലൊക്കേഷനാണ് ഇവിടെ ഫോക്കസ്. അങ്ങനെ വരുമ്പോൾ ഐ ആം അറ്റ് എ മീറ്റിംഗ് എന്ന് പറയാം. ഇനി ഐ ആം ഓൺ എ മീറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ സാധാരണ വെർച്വൽ മീറ്റിംഗ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാറില്ലേ? ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അത്തരം മീറ്റിംഗ്, ഫോർ എക്സാമ്പിൾ സൂം മീറ്റിംഗ്, അതിനൊക്കെ ഐ ആം ഓൺ എ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഓൺ എ മീറ്റിംഗ് എന്ന് പറയാം. ഐ വിൽ ബി ഓൺ എ സൂം മീറ്റിംഗ് അറ്റ് 3 PM. 3 PM ഞാൻ ഒരു സൂം മീറ്റിങ്ങിലായിരിക്കും. അവിടെ ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചത്.